Hi friends, welcome to my channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ ആണ്. മാത്രമല്ല നമ്മൾ റുമാല ചപ്പാത്തി സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇത് എങ്ങനെ പരത്തിയെടുക്കാം, സിമ്പിളായിട്ട് എങ്ങനെ പരത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടർ ചിക്കനും റുമാല ചപ്പാത്തിയും എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിൽ നമ്മൾ ഉപ്പിടുന്നതാണ്, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടാതെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം നമുക്കിതിൻ്റെ ഗ്രേവിക്ക് വേണ്ട ഇതെല്ലാം റെഡിയാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ക്യൂബ് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 3 സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. സവാള ഇപ്പോൾ ഒരുവിധം സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 3 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 സ്പൂൺ പഞ്ചസാരയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് തക്കാളി കുക്കാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു സൈഡ് വേവായിട്ടുണ്ട്, നമുക്കിതിനെ മറിച്ചിട്ടെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ബട്ടർ ചിക്കൻ ആവശ്യമായ അളവിൽ ചിക്കൻ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് എടുത്തു മാറ്റാം. ഇനി അടുത്ത ബാച്ചും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിരുന്ന ആ കൂട്ട് ഒന്ന് നല്ലതുപോലെ നരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാനുള്ള കടായിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ കുറച്ച് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ചൊരൽപ്പം കസ്തൂരി മേത്തിയും കൂടി ഇട്ട് ഒരു 2-3 ക്യൂബ് ബട്ടറും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയ രീതിയാണ്, എന്നാൽ സിമ്പിളാണ്. ഇനി നമുക്ക് നമ്മുടെ റുമാല ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂയതിന് ശേഷം ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് വെച്ച് കൊടുക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സിമ്പിളായിട്ട് പരത്തുന്ന രീതി മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് പേപ്പറിലിട്ടിട്ട് നമ്മൾ പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല എത്ര നമ്മളിപ്പോൾ ഈ കാണിച്ച അളവിനേക്കാളും കൂടുതലായിട്ട് നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ദോശത്തവയുടെ വലിപ്പത്തിന് മാത്രമാണ് ഞാനിപ്പോൾ പരത്തിയിരിക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി കവർ ചെയ്ത് നിന്നാലും കുഴപ്പമില്ല. നമുക്കത് ഉള്ളിലേക്ക് ദോശത്തവയുടെ ഉള്ളിലേക്ക് കൊള്ളണ രീതിയിലൊന്നാക്കി കൊടുത്താലും ചപ്പാത്തി ആയി കഴിയുമ്പോൾ നമുക്കത് വിടർത്തിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് എത്ര പരത്തണമെങ്കിലും നന്നായി പരത്തിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഷീറ്റിൽ നമ്മൾ പരത്തുകയാണെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സുഖമാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം. ചുളുങ്ങിയൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയായിക്കോളൂ അത്. അതിനുശേഷം നമ്മളത് 4ആക്കി മടക്കിയിട്ട് നമുക്കത് എടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഒത്തിരി മുരിച്ചങ്ങ് കളയരുത്. ചപ്പാത്തി ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചപ്പാത്തി അതിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ നമ്മുടെ റുമാല ചപ്പാത്തി നല്ല അതിമനോഹരമായി തന്നെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. ഇത് നല്ല സോഫ്റ്റാണ്. ഒരു ഗ്ലാസ് പേപ്പറും ഒരു PVC പൈപ്പും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റുമാല ചപ്പാത്തി സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ബട്ടർ ചിക്കനും റുമാല ചപ്പാത്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.